ദൈവനാമത്തിന് മഹത്വമാകട്ടെ. ആർക്ക പ്രൊഫസറുടെ റെവലേഷൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ എല്ലാവർക്കും ഒരു വിശുദ്ധ ശബത്തുകൂടി ഞാൻ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾ 6ാമത്തെ മുദ്രയുടെ തുടർഭാഗം പഠിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയൊരു എപ്പിസോഡുകളിൽ നമ്മൾ എന്തായാലും നീളും. പക്ഷേ ഒരാഴ്ച കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതല്ല, നമുക്ക് പഠിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ച് നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ പഠനം തുടങ്ങാം. പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളെ പാവത്തിന്റെ പിതാവേ, അടികളെ സന്നിലേക്ക് പിതാവെ കടന്നു വരുന്നു. ദൈവമേ, ഈ പഠനത്തിൽ അടികളെ ശക്തീകരിക്കുന്ന കൃപയോ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവെ, 6ാമത്തെ മുദ്രയുടെ ആഴങ്ങളിലേക്ക് അടികൾ ഇറങ്ങാൻ പോകുന്നു. അടിയങ്ങളെ ശക്തീകരിക്കാൻ, അടിയങ്ങളെ ഹൃദയത്തോട് നീ സംസാരിക്കുന്ന കൃപ പ്രാർത്ഥിക്കുന്നു. സത്യങ്ങളെ അതിനൊക്കെ തുറന്നു കാട്ടുവാനും പിതാവെ ഇത് വിവരിച്ചു കൊടുക്കുമ്പോൾ അടിയൻ്റെ നാവിനെ നീ തുടങ്ങിയ കൃപ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപരി ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടി അവരോട് സംസാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നമ്മൾ തുടരുകയാണ്. നമ്മൾ 6ാമത്തെ മുദ്രയെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം ധ്യാനിക്കുകയുണ്ടായി. 6ാമത്തെ മുദ്ര ഒരു ഡ്യുവൽ പ്രൊഫസി അല്ല. ഇന്ന് പലരും പഠിപ്പിക്കുന്ന പോലെ സൂര്യൻ കരിമ്പിടും പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു, ആകാശ നക്ഷത്രങ്ങൾ വീണു, ഇത് അന്ത്യകാലത്തിൽ വീണ്ടും സംഭവിക്കും. ഇല്ല, നമ്മളത് വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയാണ്. 5ാം മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ട്. അതേപോലെ 6ാമത്തെ മുദ്രയ്ക്ക് 2 ഘട്ടമുണ്ട്. 5ാമത്തെ മുദ്ര 2 ഘട്ടം നമ്മൾ പഠിച്ചു. ഒന്ന് 1260 വർഷം നടക്കുന്നത്, ഇനി നടക്കാൻ പോകുന്നത്. പക്ഷെ 5ാമത്തെ മുദ്ര അതിനോടൊപ്പം 2 ചോദ്യങ്ങൾ ചോദിച്ചു. നീ എത്രത്തോളം ന്യായവിധി നടത്താതിരിക്കും, നീ എത്രത്തോളം പകരം ചെയ്യാതിരിക്കും, നീ എത്രത്തോളം ന്യായവിധി നടത്താതിരിക്കും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ 12ഉം 13 വാക്യങ്ങൾ. അതിന് മുൻപ് നടക്കുന്ന സംഭവങ്ങൾ. നീ എത്രത്തോളം പകരം ചെയ്യാതിരിക്കും, പകരം ചെയ്യുന്നതിന് മുൻപ് സംഭവിക്കുന്നതാണ് 14 മുതൽ 17 വാക്യങ്ങൾ. ആ 12ഉം 13 നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ആ 12ഉം 13 നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി. അതെന്താണ്? ലിസ്ബൺ എയർക്വേക്ക്. ആ ലിസ്ബൺ എയർക്വേക്കിൻ്റെ നാശനഷ്ടം എന്താണ്? ഏകദേശം 90,000 ജനമാണ് അവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. ആദ്യം വലിയ ഭൂമികുലുക്കം 3 ഷോക്സ് ആണ് ഉണ്ടായത്. അതെവിടെയെല്ലാം പറഞ്ഞു? ഗ്രീൻലാൻഡ്, ബ്രിട്ടൻ, UK, ആഫ്രിക്ക എന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം പപ്പാത്തിന്റെ കീഴിലായിരുന്നു. അന്ന് ഓൾ സെയിൻസ് ഡേ ആയിരുന്നു. അന്ന് കാത്തലിക് ചർച്ചുകൾ നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം 60 അടി ഉയരമുള്ള തിരമാലകളാണ്, സുനാമിയാണ് നശിപ്പിച്ചു. ഏകദേശം 3 വേവ്സ്, 3 ഇതേപോലത്തെ പ്രകൃതി അങ്ങനെ ഉണ്ടായി. 3 സുനാമികളുണ്ടായി. അതിനുശേഷം വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത് തീ വരെ അന്ന് പുറപ്പെട്ടു. പിന്നെ നമ്മൾ ഗ്രേറ്റ് കോൺട്രവേഴ്സിൽ വായിച്ചു എത്രത്തോളം നഷ്ടങ്ങളുണ്ട്. അതിനുശേഷം വീണ്ടും ഡിസംബർ മന്തിൽ വീണ്ടും ആഫ്റ്റർ ഷോക്ക് ഉണ്ടാകുകയും വീണ്ടും കുറേ ജീവിതങ്ങൾ കൂടെ കവർന്നു. അത് 1ാമത്തെ അടയാളമാണ്. ഇനി ഏതൊക്കെ അടയാളങ്ങളാണ് ബാക്കിയുള്ളത്? നമുക്ക് പോകാം. വെളിപ്പാട് പ്രവചനം 6ാം അധ്യായം 12ാം വാക്യത്തിൽ. വെളിപ്പാട് പ്രവചനം 6ാം അധ്യായം 12ാം വാക്യം. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം എപ്പോൾ നിറവേറി? 1755 നവംബർ മാസം. ദ ഗ്രേറ്റ് ലിസ്ബൺ എർത്ത്ക്വേക്ക്. 9.5 റിക്ടർ സ്കെയിലാണ് മെഷർമെന്റ് ഉള്ളത്. അത് എസ്റ്റിമേറ്റ് ആണ്, കാരണം അന്ന് റിക്ടർ സ്കെയിലില്ലായിരുന്നു. ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ആ എല്ലാ സംഭവങ്ങളും ഇന്ന് നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്തൊക്കെയാണ്? സൂര്യൻ കരിമ്പിടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിമേൽ വീണു. ഇത് നടന്നു കഴിഞ്ഞാൽ അതാണ് 12ഉം 13ഉം 6ാമത്തെ മുദ്രയുടെ ആദ്യത്തെ ഘട്ടം. ഇന്നത്തെ എപ്പിസോഡിലൂടെ 6ാമത്തെ മുദ്രയുടെ ആദ്യത്തെ ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ചിത്രം ദ ഗ്രേറ്റ് ഡാർക്ക് ഡേ അതിനെ വിവരിക്കുന്നതാണ്. അത് സംഭവിച്ചത് മെയ് 19, 1780 ഈ ദിവസമാണ് സൂര്യൻ കരിമ്പിടം പോലെ കറുത്തത്, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നത്. ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ജനം പ്രകൃതിയിൽ എന്തോ ഒരു വ്യത്യാസം അവർക്ക് തോന്നി. കാര്യങ്ങളെല്ലാം പ്രകൃതി, ആകാശത്ത് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നി. വലിയ വലിയ കാർമേഘങ്ങളാൽ വന്നു. ആ ദിവസം ആരംഭിച്ചപ്പോൾ തന്നെ ആ ഡേ അന്ന് ഗ്ലൂമി ആയിരുന്നു. ഇഷ്ടംപോലെ മഞ്ഞ് കൊണ്ട് അന്നത്തെ ആകാശം നിറഞ്ഞിരുന്നു. ഒരു കോട്ട് ആ ദിവസത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: ദിസ് കോസ്റ്റ് എ ഗ്രേറ്റ് അലാറം. എന്തായിരുന്നു ഒരു വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഉണ്ടാക്കിയതെന്ന് എന്ത് ചെയ്തു? അന്ന് ഏകദേശം
9 മണിയോടെ, എത്ര മണി? 9 മണിയോടെ അന്നത്തെ പ്രഭാതം ഇരുണ്ടുപോയി. സൂര്യൻ, കിഴക്ക് നിന്ന് വരുന്ന സൂര്യനെ മറയ്ക്കാൻ പടിഞ്ഞാറ് നിന്നും മേഘങ്ങൾ, കറുത്ത മേഘങ്ങൾ വന്ന് മൂടി. മഞ്ഞും മേഘങ്ങളാലും സൂര്യൻ പരിപൂർണമായിട്ട് മൂടി. ഒരു പ്രകാശരശ്മി പോലും ഭൂമിയിൽ അടിക്കാതെയായി. അത്രത്തോളം ഇരുട്ടായിരുന്നു ഉണ്ടായിരുന്നു. പകൽ സമയത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചിത്രം പോലെ എല്ലാവരും ഭവനങ്ങളിലേക്ക് ഓടി. ഭവനത്തിലിരിക്കണമെങ്കിൽ അവർക്കൊരു വിളക്ക് വേണമായിരുന്നു. വെളിയിലിറങ്ങണമെങ്കിലും വിളക്ക് വേണമായിരുന്നു. മൃഗങ്ങളെല്ലാം അന്നത്തെ ദിവസം ഈ സൂര്യൻ കരിമ്പിടം പോലെ കറക്കുന്നതിന് മുൻപ് അവരുടെ എല്ലാ പ്രഭാതത്തെയും പോലെ അവരിങ്ങനെ വെളിയിലിറങ്ങി. പക്ഷേ ഇത് സംഭവിക്കുന്നത് കണ്ടപ്പോൾ കോഴിയും പക്ഷികളും എല്ലാം അവിടെ കൂടിലേക്ക് തിരികെ പോയി. മൃഗങ്ങൾക്ക് കണ്ടപ്പോൾ എന്തോ ഒരു പ്രയാസം തോന്നി, എന്തോ ഒരു പ്രശ്നം തോന്നി. അവരെ ചിലപ്പോൾ വിചാരിച്ച് കാണും വീണ്ടും സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞിട്ട് അവരവിടെ കൂടിലേക്ക് പോയി. കാരണം നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം അറിയാം, കിളികളെല്ലാം എന്ത് ചെയ്യും? തിരിച്ചതിൻ്റെ കൂടിലേക്ക് പറക്കും നമ്മൾ കാണാറുണ്ട്. അന്ന് പ്രഭാതത്തിൽ തന്നെ ഒരു കിളിയുടെയും ഒച്ച അവർക്ക് കേൾക്കാനില്ലായിരുന്നു. എല്ലാ കിളികളും എല്ലാ മൃഗങ്ങളും അവരുടെ കൂടിലേക്കാണ്. മനുഷ്യർ അവരുടെ എല്ലാ മനുഷ്യരും അവരുടെ ജോലി സ്ഥലം വിട്ട് അവർ എന്ത് ചെയ്തു? തിരികെ വിട്ടു. എന്തോ വലിയൊരു പ്രശ്നം ഒന്ന് സംഭവിക്കുന്നു എല്ലാവർക്കും മനസ്സിലായി. ബിഗിനിങ് ഇൻ മിഡ് മോർണിംഗ്, നട്ടുച്ചയുടെ അടുക്കുന്ന സമയം, ഇറ്റ് ബിക്കം സോ ഡാർക്ക് ദ ലാമ്പ് ഹാസ് ടു ബി ലൈറ്റഡ് ഇൻ ദി ഹൗസ്. അത്രത്തോളം ഇരുളായിരുന്നു. വീടുകളിൽ വിളക്ക് കത്തിക്കണമായിരുന്നു. എവിടേക്കായിരുന്നു സംഭവിച്ചത്? ദി ഡാർക്ക്നെസ് കവേർഡ് എ ലാർജ് പാർട്ട് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് കോസ് സീരിയസ് മൈൻഡഡ് പീപ്പിൾ ടു സ്റ്റഡി ദ ബൈബിൾ ഫോർ ദെയർ ആൻസർ. ഇത് സംഭവിച്ച സ്ഥലം എന്ന് പറയുന്നത് അനേക പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് വലിയ നാശമുണ്ടായില്ല. നോർത്ത് അമേരിക്കയിലാണ് ഇത് സംഭവിച്ചത്. അവരിതെല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും ഓർമ്മ തോന്നി, ദൈവമേ, മത്തായി 24 ഇപ്രകാരം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തിരുവചനത്തിലേക്ക് പോയി. ആ തിരുവചനത്തിലേക്ക് പോയത് മൂലം അവർക്ക് മനസ്സിലായി ലോകത്തിൻ്റെ അവസാനം വന്നെത്തിയിരിക്കുന്നു. ആ കാലഘട്ടമായിരുന്നു ഗ്രേറ്റ് അഡ്വെന്റ് മെസ്സേജ്. ഗ്രേറ്റ് അഡ്വെന്റ് മെസ്സേജിനും ഈ അടയാളങ്ങളെല്ലാം കൂടുതൽ ശക്തി പകർന്നു. ലോകത്തുണ്ടായ ഈ അടയാളങ്ങളെല്ലാം കണ്ടപ്പോൾ ഈ ഗ്രേറ്റ് അഡ്വെന്റ് ആൾക്കാർ, മെസ്സേജേഴ്സ് സംസാരിക്കുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഈ അടയാളങ്ങളെല്ലാം കാണിക്കുന്ന ക്രിസ്തുവിന് 2-ാം വരവ് അടുത്തുനിന്നാണ്, ലോകത്തിൻ്റെ അവസാനം വന്നെത്തിയെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദൂതിൽ വിശ്വസിക്കാൻ തുടങ്ങി. എലൻ വൈറ്റ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്ന ആ കൊട്ടേഷനിലേക്ക് ഞാൻ കടക്കാനായിരിക്കുന്നു. 25 years later appeared the next sign mentioned in the prophecy. 25 വർഷത്തിന് ശേഷമായിരുന്നു ആ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു അടയാളം അവർക്ക് കാണാൻ ഇടയായി. ദി ഡാർക്കനിങ് ഓഫ് ദി സൺ ആൻഡ് ദ മൂൺ. സൂര്യൻ കറുക്കുന്നതും സൂര്യനും ചന്ദ്രനും കറക്കുന്നതും. What rendered the most striking was the fact that the time of his fulfillment had been definitely pointed out. അതിൻ്റെ വേറെ അതിശയകരമായ കാര്യമെന്ന് പറയുന്നത്, അത് സംഭവിക്കേണ്ട കാലഘട്ടം തിരുവചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കാലഘട്ടം? നമ്മൾ പഠിക്കും. ഇപ്പോൾ കാത്തിരിക്കാം, നമ്മളത് പഠിക്കും. വേദപുസ്തകത്തിൽ ഏത് കാലഘട്ടമാണ് ഇത് സംഭവിക്കേണ്ടതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് പിന്നെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. പക്ഷേ സഹോദരൻ അഞ്ചു പേര് പറയുന്നു, കൃത്യം നടക്കേണ്ട സമയത്ത് നടന്നു. ആദ്യത്തെ അടയാളത്തിന് 25 വർഷത്തിന് ശേഷം നടന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു. In the Savior's conversation with his disciple upon Olivet, ഒലിവ് മലയിന്മേൽ ശിഷ്യന്മാരും ക്രിസ്തുവുമായിട്ട് രക്ഷകനുമായിട്ട് സംസാരിച്ചപ്പോൾ, after describing the long period of the trial for the church, the 1260 years of papal persecution, സഭയുടെ വലിയ കഷ്ടകാലം അല്ലെങ്കിൽ 1260 വർഷത്തെ പീഡനകാലം സംഭവിച്ചതിന് ശേഷം, concerning which he had promised that the tribulation should be shortened, he thus mentioned the certain event to proceed his coming. അവർ തന്നെ മത്തായി 24 പറഞ്ഞിട്ടുണ്ട്, വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. നമ്മളതിലേക്ക് കടക്കുന്നുണ്ട്.
ആ വാക്യം ഇതായിട്ട് എന്തൊക്കെയാണ് ബന്ധം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ വാക്യത്തിൽ നമ്മൾ കടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കോർട്ട് വഴിയായിട്ട് പോകും. കോർട്ടിൽ പ്രകാരം നമ്മൾ പോവുകയാണ്. ഇതെല്ലാം കോർട്ട് 1860 വർഷക്കാലത്തിന് ശേഷം. പക്ഷെ ആ നാളുകൾ ചുരുങ്ങും. അതിനുശേഷം ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപ് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫിക്സ് ദ ടൈം വെൻ ദ ഫസ്റ്റ് ഓഫ് ദിസ് ഷുഡ് ബി വിറ്റ്നസ്ഡ്. അതേപോലെ ഇത് ഏത് കാലഘട്ടത്തിൽ സംഭവിക്കണമെന്നും ആദ്യത്തെ അടയാളം എപ്പോൾ സംഭവിക്കണമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ദോസ് ഡേയ്സ്, ഇങ്ങനെ മത്തായി 13:24 ആ നാളുകൾക്ക് ശേഷം, ആഫ്റ്റർ ദാറ്റ് ട്രിബുലേഷൻ, ആ വലിയ കഷ്ടകാലത്തിന് ശേഷം, ദ സൺ ഷാൽ ബി ഡാർക്കൻ, സൂര്യൻ ഇരുളും, ആൻഡ് ദ മൂൺ ഷാൽ നോട്ട് ഗിവ് എ ലൈറ്റ്, ചന്ദ്രൻ അതിന്റെ പ്രകാശം കൊടുക്കാതിരിക്കും. മർക്കോസ് 13:24. The 1260 days or years terminated in 1798. 1898 1260 വർഷക്കാലത്തിന് പ്രവചനം അവസാനിച്ചത്. A quarter of the century earlier, the persecution had almost wholly ceased. ഏകദേശം ഈ നൂറ്റാണ്ടിന് ഏകദേശം 25% കാലത്തിന് മുൻപ് തന്നെ ഉപദ്രവം നിന്നു. കാരണം നവോത്ഥാന പ്രസ്ഥാനം കാരണം. ആ മത്തായി 24 പറഞ്ഞിട്ടുണ്ട്, വൃദ്ധമാ നിമിത്തമോ നാൾ ചുരുങ്ങും. അതുകൊണ്ട് 1898 വരെ പീഡനമില്ലായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം സംഭവിച്ചത് നമ്മൾ ആദ്യത്തെ ഭൂമിയിലേക്ക് എപ്പോൾ കണ്ടു? 1755. ചിന്തിക്കണം, ഇവിടെ എല്ലാം സൂക്ഷ്മതയോടെ ചിന്തിക്കാം. 1755 1798 ശേഷം സംഭവിക്കേണ്ടതാണോ മുൻപ് സംഭവിക്കേണ്ടതാണോ? മുൻപ്. പക്ഷേ മത്തായി 24 അനുസരിച്ച് ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ഉടനെയാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഈ സംഭവം ഈ പ്രവചനത്തിൻ്റെ നിറവിലായിട്ട് എടുക്കാൻ സാധിക്കും? അതിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മത്തായി 24 പറയുന്നത് ആ നാളുകൾ ചുരുങ്ങാതിരുന്ന, അതാണ് നേരത്തെ ഒരു പെർസിക്യൂഷൻ കുറേ കാലങ്ങൾക്ക് മുമ്പേ നിന്നു എന്ന് ഞാൻ ഇന്ന് ഞാൻ ഇപ്പോൾ കോട്ടിൽ ഞാൻ നിങ്ങൾക്ക് വായിക്കുകയുണ്ടായി. ഫോളോയിങ് ദിസ് പെർസിക്യൂഷൻ അക്കോർഡിംഗ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു പറഞ്ഞതുപോലെ ആ ഉപദ്രവത്തിന് ശേഷം സൺ വാസ് ടു ബി ഡാർക്കൻഡ്, സൂര്യൻ ഇരുണ്ടു പോകണമായിരുന്നു. ഓൺ ദി 19th of May 1780 ദിസ് പ്രൊഫസി വാസ് ഫുൾഫിൽഡ്. അങ്ങനെ മെയ് 19 1780, 98 വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രവചനം നിറവേറി. Almost, if not altogether alone, as the most mysterious and yet unexplained phenomenon of its kind, stands the dark day May 1978. ഇതേപോലെ നമുക്ക് പറയാം, അതിലെ സംഭവങ്ങൾ അത്രത്തോളം അവിശ്വസനീയമായ, വിവരിക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു മെയ് 19 1780 ഇരുണ്ട ദിനം. ദ ഡാർക്ക് ഡേ എന്നാണ് എൻസൈക്ലോപീഡിയ വിളിക്കുന്നത്. എ മോസ്റ്റ് അൺഅക്കൗണ്ടബിൾ ഡാർക്കനിങ് ഓഫ് ദ ഹോൾ വിസിബിൾ ഹെവൻ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ ന്യൂ ഇംഗ്ലണ്ട്. എന്ത് ചെയ്യുന്നു? ആകാശവും അന്തരീക്ഷവും ന്യൂ ഇംഗ്ലണ്ടിൻ്റെ ആകാശം കാണാൻ പറ്റാത്ത വണ്ണം ഇരുണ്ടു. An eyewitness living in Massachusetts described even as follow. ഒരു ദൃക്സാക്ഷി ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇപ്രകാരമാണ്: ഇൻ ദ മോർണിംഗ് സൺ റോസ് ക്ലിയർ. പ്രഭാതത്തിൽ സൂര്യൻ നല്ലവണ്ണം ഉദിച്ചു, സൂര്യൻ എല്ലാവർക്കും കാണാമായിരുന്നു. ബട്ട് വാസ് സൂൺ ദി ഓവർകാസ്റ്റ്. പക്ഷെ പെട്ടെന്ന് ആകാശം മൂടി. ദി ക്ലൗഡ്സ് ബിക്കം ലോവറിംഗ് ആൻഡ് ഫ്രം ദം ബ്ലാക്ക് ആൻഡ് ഒമിനിയസ് ആസ് സൂൺ ആസ് ദേ അപ്പിയർഡ്. Lightning flashed, thunders rolled, and little rain fell. ആകാശം ഇങ്ങനെ മൂടി, അത് ഇരുണ്ട് വന്നു, അതിൻ്റെ നിറം കറുപ്പായി, ഇടിയും മിന്നലും ഉണ്ടായി, ചെറുതായിട്ട് മഴയും പെയ്തു. ടുവേർഡ്സ് 9 o'clock the cloud became thinner. 9 മണിയോടെ മേഘം അതിൻ്റെ വണ്ണം ഒന്ന് കുറഞ്ഞു, നേർമേഘങ്ങളായി മാറി. ആൻഡ് അസ്യൂംഡ് ഓഫ് എ ബ്രാസി ഓർ കോപ്പറി അപ്പിയറൻസ്. കോപ്പറിന്റെ നിറം അല്ലെങ്കിൽ താമ്രത്തിന് നിറമുള്ള നിറമായി മാറി ഈ മേഘങ്ങൾ. ആൻഡ് ദി എർത്ത് റോക്സ് ട്രീ ബിൽഡിങ്സ് വാട്ടർ ആൻഡ് പേഴ്സൺസ് വെയർ ചേഞ്ച്ഡ് ബൈ ദ സ്ട്രേഞ്ച് അൺഎർത്ത്ലി ലൈറ്റ്. അങ്ങനെ ആ വെളിച്ചത്തിൽ ഭൂമി, പാറകൾ, മരങ്ങൾ, കെട്ടിടങ്ങൾ, വെളിച്ചങ്ങൾ, മനുഷ്യർ ഇവരെല്ലാവരും ഈ വെളിച്ചത്തിൽ വ്യത്യാസമുള്ളതായിട്ട് കണ്ടു. A few minutes later, a heavy black cloud spread over the entire sky except a narrow rim at the horizon, and it was as dark as usual at 9 o'clock on a summer evening. അതിനുശേഷം ഒരു വലിയ
ഹെവി ആയിട്ടുള്ള ഒരു കറുത്ത മേഘം വന്ന് മുഴുവൻ ആകാശത്തെയും മൂടി. ഹൊറൈസന്റെ ചെറിയൊരു ഭാഗം മാത്രം വിട്ടുകൊണ്ട് അത് മുഴുവനും മൂടി. ഇത് 9 മണിക്ക് ശേഷമാണ്. പക്ഷെ ആ സമയം കണ്ടാൽ പ്രഭാതം 9 മണിയാണ്, രാവിലെ 9 മണി. അപ്പോൾ കണ്ടാൽ അന്നത്തെ രാത്രിയിൽ 9 മണിയോളം ഇരുളുണ്ടായിരുന്നു. നിങ്ങൾ 9 മണിക്ക് നിങ്ങൾ വെളിയിറങ്ങി നോക്കൂ, എത്രത്തോളം ഇരുളാണെന്നൊക്കെ ഒന്നും കാണാൻ സാധിക്കില്ല. കെട്ടിടത്തിൻ്റെയോ അങ്ങനത്തെ ഒരു വെളിച്ചമില്ലെങ്കിൽ അത്രത്തോളം ഇരുളായിരുന്നു അപ്പോൾ ഒരു പ്രഭാത സമയം. The intense darkness of the day was succeeded an hour or two before the evening. അത് എപ്പോഴാണ് അവസാനിച്ചത്? വൈകുന്നേരം 1 മണിക്കൂറോ 2 മണിക്കൂറോ മുൻപ്. ബൈ എ പാർഷ്യലി ക്ലിയർ സ്കൈ. പക്ഷെ അത്രത്തോളം വ്യക്തമല്ലായിരുന്നു മാനം, പാതി തെളിഞ്ഞ മാനം. ആൻഡ് ദ സൺ അപ്പിയർഡ്. അതിനുശേഷം സൂര്യൻ തെളിഞ്ഞു. Though it was still obscured by the black heavy mist. പക്ഷെ അത് അപ്പോഴും കറുത്ത മൂടൽ മഞ്ഞാൽ നിറഞ്ഞിരുന്നു. After the sundown, the cloud came again overhead and it grew dark very fast. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും ഈ കറുത്ത മേഘങ്ങൾ വന്ന് മൂടുകയും പെട്ടെന്ന് ഇരുളായി മാറുകയും ചെയ്തു. Nor was the darkness of the night less uncommon and unterrifying than that of the day. സാധാരണ രാത്രിയിലെ ഇരുളിനേക്കാളും വളരെ വ്യത്യാസമുള്ള ഇരുളായിരുന്നു അന്ന് രാത്രി. നോട്ട് വിസ്റ്റാൻഡിങ് there was almost a full moon, no object was discernible but by the help of some artificial light. അന്ന് ഒരു പൂർണ്ണചന്ദ്രന്റെ ദിവസമായിരുന്നു, പക്ഷേ അന്ന് വെളിയിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരു മെഴുതിരിയോ എന്തെങ്കിലും വെളിച്ചവും ഇല്ലാതെ. Which when seen from the neighboring house and other place at a distance appeared to a kind of an Egyptian darkness which seemed almost impervious to the rain. അത്രത്തോളം ഇരുളായിരുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടവർക്ക് ഇരുളിനെ മുറിച്ച് കൊണ്ട് വെളിച്ചത്തിന് വരാൻ പറ്റാത്ത അത്രത്തോളം ഇരുളായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. Said an eyewitness of the scene, I could not help convincing at that time that if every luminous body in the universe has been shrouded in the impenetrable shades or struck out of existence. ഒരു സാക്ഷി ദൃക്സാക്ഷി പറഞ്ഞത് ആ സമയത്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രകാശം നൽകുന്ന വസ്തുക്കളും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഇതെല്ലാം എന്തോ ഇരുളാൽ മൂടിയോ അതോ അതിന് എന്നേക്കുമായിട്ട് നശിപ്പിക്കപ്പെട്ടോ എന്നുപോലും അവർക്ക് ഉറപ്പില്ലായിരുന്നു. അത്രത്തോളം ഇനി അതിനേക്കാൾ ഉപരി ഇരുൾ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കില്ല. Though at 9 o'clock the night moon rose to the full. പക്ഷെ 9 മണിയായപ്പോൾ ചന്ദ്രനെ കാണാൻ സാധിച്ചു. ചന്ദ്രൻ പൂർണ്ണമായിട്ട് ഉദിച്ചു. It had not least the effect to dispel the dead like shadows. പക്ഷെ ആ വെളിച്ചത്തിന് മരണത്തിൻ്റെ ശക്തിയുള്ള പോലെ ഇരുളിനെ ഭേദിക്കാൻ സാധിച്ചില്ല. ആഫ്റ്റർ ദി മിഡ് നൈറ്റ് ഡാർക്ക്നെസ് ഡിസപ്പിയർഡ്. അർദ്ധരാത്രിക്ക് ശേഷം ഇരുള് മാഞ്ഞു. ആൻഡ് ദ മൂൺ വെൻ ഫസ്റ്റ് വിസിബിൾ ഹാഡ് ദി അപ്പിയറൻസ് ഓഫ് ദി ബ്ലഡ്. അവർക്ക് അർദ്ധരാത്രിക്ക് ഇതെല്ലാം തെളിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ചന്ദ്രനെ കണ്ടപ്പോൾ അത് രക്തതുല്യമായിരുന്നു. എന്തായിരുന്നു വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 12-13 വായിച്ചത്? സൂര്യൻ കരിമ്പിടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി മാറും. പ്രവചനം നിറവേറിയോ? തീർച്ചയായും. തീയതി എന്നാണ് മെയ് 19, 1780. 25 വർഷങ്ങൾക്ക് ശേഷം ലിസ്ബോൺ എർത്ത്ക്വേക്കിന്റെ 25 വർഷങ്ങൾക്ക് ശേഷം അടുത്ത നിങ്ങൾ കാണുന്ന സംഭവമാണ് മൂന്നാമത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ മഴ പോലെ പെയ്യുന്നത്. ഇത് സംഭവിച്ചത് നവംബർ 13, 1833. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം ഗ്രേറ്റ് അഡ്വന്റ് മൂവ്മെന്റ് കൂടുതൽ ശക്തി നൽകി. പ്രത്യേകിച്ച് ഈ മീറ്റർ ഷവർ അല്ലെങ്കിൽ ഈ മീറ്റർ ഷവർ എന്ത് ചെയ്തു? അത് നടന്ന വർഷം ഏതാണ്? 1833. 1844 എന്ത് സംഭവിച്ചു? പരിശോധന ന്യായവിധി, ദി ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ്. കർത്താവ് യേശു ക്രിസ്തു വിശുദ്ധ സ്ഥലം വിട്ട് അതിവിശുദ്ധ സ്ഥലം കയറിയ തീയതി. ആ സമയം ഈ 1833 എന്തുണ്ടായിരുന്നു? ഗ്രേറ്റ് അഡ്വന്റ് വില്യം മില്ലർ ശക്തിയോടെ പ്രസംഗിക്കുന്ന സമയമാണ്.
വില്യമിൽ ഇതെല്ലാം കണ്ടപ്പോൾ വില്യമിന് ഉറപ്പായിരുന്നു എന്ത് ചെയ്യുന്നു, ക്രിസ്തു വരാൻ പോകുന്നു. വെളിപ്പാട് പ്രവചനം ഇതെല്ലാം സംഭവിച്ചത് ശേഷം എന്ത് സംഭവിക്കണം, ക്രിസ്തു രണ്ടാമത് വരണം. മത്തായി 24 അനുസരിച്ച് ഇതെല്ലാം സംഭവിച്ചത് എന്ത് സംഭവിക്കണം, ക്രിസ്തു രണ്ടാമത് വരുന്നു. പക്ഷേ അവർ തിരിച്ചറിഞ്ഞില്ല. 5-ാം മുദ്രയുടെ 1-ാമത്തെ ഭാഗം ചോദിച്ചത്, നീ എത്രത്തോളം ന്യായവിധി നടത്താതിരിക്കും? ന്യായവിധിയുടെ അടയാളമായിരുന്നു ഇത്. എന്തുകൊണ്ട് ഇപ്രകാരം ഞാൻ പ്രത്യേകിച്ച് ഈ സംഭവത്തെ എടുത്തു പറയുന്നു, ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, സമാഗമന കൂടാരത്തിൽ 7 പെരുന്നാളുകളുണ്ട്. എത്ര പെരുന്നാളുകൾ? 7. ഇതെല്ലാം നിഴലുകളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ടൈപ്സ് ആണ്. നമുക്ക് പെസഹ പെരുന്നാളുണ്ട്, പുളിപ്പില്ലാത്ത അപ്പത്തിന് പെരുന്നാളുണ്ട്, ആദ്യ ഫലത്തിന് പെരുന്നാളുണ്ട്, പെന്തക്കോസ്തുണ്ട്. പിന്നെയുള്ള 3, ഇത് 4, 3 അങ്ങനെ 2 സീസണിലേക്കാണ്. പിന്നെയുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നത് കാഹളത്തിൻ്റെ പെരുന്നാൾ, അതേപോലെ പാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, കൂടാര പെരുന്നാൾ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. ഇതെല്ലാം ഇതൊന്നും എനിക്ക് വിധിക്കാൻ സമയത്ത് നമുക്ക് അത്രമാത്രം പഠിക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യം, ഡേ ഓഫ് അറ്റോൺമെൻ്റ് ആണ് ന്യായവിധി ദിവസം. യഥാർത്ഥത്തിൽ ന്യായവിധി ദിവസം തുടങ്ങുന്ന 7-ാം മാസം 10-ാം തീയതിയാണ്. പക്ഷെ 1-ാം ദിവസം മുതൽ 10 ഇസ് എ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ്, കാഹളത്തിൻ്റെ പെരുന്നാളാണ്. അവർ കാഹളം മൂതി ജനത്തിന് അവരെ ഓർമ്മപ്പെടുത്തും, പാപപരിഹാര ദിവസം വരുന്നു, ഒരുങ്ങിക്കൊള്ളുക. എന്ത് വരുന്നു? പാപ പരിഹാര ദിവസം വരുന്നു, ഒരുങ്ങിക്കൊള്ളുക. കാരണം പാപപരിഹാര ദിവസം വരുമ്പോൾ അന്ന് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കയറും. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കയറുന്ന സമയത്ത് അദ്ദേഹം ജനത്തിന് പാപങ്ങൾക്ക് വേണ്ടി പകരം ചെയ്യും. പക്ഷെ ആ സമയത്ത് ആരെങ്കിലും പാപം ഏറ്റു പറയാതിരുന്നുവെങ്കിൽ അന്ന് ആ ജനത്തെ ഇസ്രായേൽ മധ്യത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ഇറ്റ് വാസ് എ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അതൊരു ന്യായവിധി ദിവസമായിരുന്നു. അതേപോലെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ ദിവസമായിരുന്നു 1833 അടയാളം കാണിച്ചത്. കാരണം മില്ലറിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ പ്രസംഗിച്ചു, ക്രിസ്തുവിൻ്റെ വരവേണ്ടി ഒരുങ്ങുക. ക്രിസ്തുവിന് രണ്ടാമതൊന്നും ഇല്ല. പക്ഷേ അന്ന് ആ ദൂത് തിരസ്കരിച്ചവർക്ക് പിന്നെ അവർക്ക് രണ്ടാമതൊരു ചാൻസ് ലഭിച്ചില്ല. ഇത് എൽ ജി വൈറ്റിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അത് വളരെ വളരെ സീരിയസ് ആണ്. അതിനുശേഷം ആ ദൂത് ആദ്യമായിട്ട് കേട്ടവർക്ക് സഭയോട് ചേരാൻ ദൈവത്തിൻ്റെ വാതിൽ അപ്പോൾ അവർക്ക് തുറന്നു കിടന്നു. പക്ഷേ ഇതിനു മുൻപേ വില്യം മില്ലറിന്റെ പ്രസംഗം കേട്ടു, ക്രിസ്തു രണ്ടാമത് വരാൻ പോകുന്നു. കാരണം അത്രത്തോളം തെളിവായിരുന്നു. കാരണം ദൈവം എലിജബത്ത് പറയുന്നത് ദൈവത്തിന് കൈകൊണ്ട് മറച്ചിരിക്കുകയായിരുന്നു. അതിലൊരു ആ പിഴവ്, പ്രവചനത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പിഴവില്ലായിരുന്നു, സംഭവത്തിൽ മാത്രമായിരുന്നു പിഴവ്. അത് എലിജബത്ത് പറഞ്ഞത് ദൈവത്തിന് കരുത്താൽ അത് മറച്ചു വെച്ചിരുന്നു. കാരണം ദൈവത്തിന് ഈ ഒരു ഉണർവ് ജനത്തിൽ ഉണ്ടാക്കിയെടുക്കണം. 6-ാമത്തെ മുദ്രയുടെ കാലഘട്ടം, 6-ാമത്തെ സഭയുടെ കാലഘട്ടത്തിൽ ദൈവം ഒരു വാതിൽ തുറക്കുന്നു, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ. ഷട്ട് ഡോർ ആൻഡ് ആൻ ഓപ്പൺ ഡോർ. 1844 ഒക്ടോബർ മാസത്തോടെ ഇറ്റ് വാസ് എ ഷട്ട് ഡോർ, അടഞ്ഞ വാതിലായിരുന്നു. അതുവരെ ദൂത് കേട്ടിട്ടും വചനം സ്വീകരിക്കാത്തവർക്ക്. ഞാൻ പറയുന്നതിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു രണ്ടാമത് വരാൻ പോകുന്നു എന്നുള്ളതായിരുന്നു പ്രസംഗം. ഉടൻ ഒരുങ്ങുക. 1844 ക്രിസ്തു വരും. 43 എന്ന് പറയുന്നത് ആ 0 വർഷത്തിൻ്റെ ആ കണക്കൂട്ടിൽ ചെറിയ പിഴവുണ്ടായിരുന്നു. പക്ഷെ ആദ്യം പ്രസംഗിച്ചത് 1843, പിന്നെ അവർ പറഞ്ഞു 1844, പിന്നെ 7-ാമത്തെ മാസം, പിന്നെ അവർ ഒക്ടോബർ 20 അവർ ആ ഡേറ്റ് അങ്ങനെ പ്രഖ്യാപിച്ചു. ആ തീയതി വന്നതിന് ശേഷം അതിനു മുൻപ് പ്രസംഗം കേട്ടിട്ട് അവരുടെ ജീവിതത്തെ മാറ്റാത്തവർക്ക് ഇറ്റ് വാസ് എ ഷട്ട് ഡോർ, അടഞ്ഞ വാതിലായിരുന്നു. 10 കന്യകമാരിൽ 5 കന്യകമാർ വന്ന് വാതിലടച്ചു. തുറന്നു കൊടുത്തോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു അങ്ങനെയുള്ള അനുഭവം. there was not a second chance. അവർക്ക് രണ്ടാമതൊരു ചാൻസ്, രണ്ടാമതൊരു അവസരം അവർക്ക് ലഭിച്ചില്ല. ഇറ്റ് വാസ് എ ഷട്ട് ഡോർ. അതൊരു അടഞ്ഞ വാതിലായിരുന്നു. നമ്മളിപ്പോൾ
ചില ദേവദാസന്മാർ ശക്തിയോടെ പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾ സഭയിൽ അത് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ക്രിസ്തു വരാൻ പോകുന്നു, ഇനി നമുക്ക് ദിവസം കളയാനില്ല. ദൈവമക്കളെ, ആ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം മെരുബയെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. നിങ്ങളുടെ ചെവിയെ അടച്ചു കളയരുത്. ഇന്ന് ഈ ദിവസം നമ്മൾ പാഴാക്കി കളയുകയാണെങ്കിൽ, അന്ന് 1844 മുൻപ് ഈ സത്യം കേട്ടവർക്ക് 1844 ശേഷം വാതിൽ അടഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഞായറാഴ്ച നിയമം വന്നതിന് ശേഷം നമ്മുടെ വാതിൽ അടയും. കൃപയുടെ കാലം നമുക്ക് അവസാനിക്കത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഇടയിൽ നിന്ന് എടുത്തു കളയും. അത് എൽജി വൈറ്റ് ദർശനത്തിൽ വ്യക്തമായിട്ട് കണ്ടു. അന്ന് ആ വെളിച്ചം അടിച്ചവർ കുറേ പേർ ആ വെളിച്ചം അടിച്ചിട്ട് ക്രിസ്തുവിനെ നമസ്കരിച്ചുകൊണ്ടിരുന്നു. കുറേ പേർ അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ക്രിസ്തു അവിടെ വിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് കയറിപ്പോയ സമയത്ത് ആ വെളിച്ചം അവൽ പിന്നെ ഒരിക്കലും പ്രകാശിച്ചില്ല. അത് എൽജി വൈറ്റ് കണ്ടൊരു ദർശനമായിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതേപോലെ ഒരു അവസരം കൂടി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അത് ഞായറാഴ്ച നിയമമാണ്. അന്ന് അവർക്ക് തീയതി ഉണ്ടായിരുന്നു 1844. നമുക്കിന്നൊരു തീയതിയില്ല. ഞായറാഴ്ച നിയമം എപ്പോൾ വരുന്നു അന്ന് നമുക്ക് അടഞ്ഞ വാതിലാണ്. അതുവരെ കയറാൻ ഇടയുള്ളവർക്ക്, സെവൻത് അഡ്വൻസ് അല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് ദൈവം അധികം ചോദിക്കത്തില്ല. കാരണം അവർക്ക് അറിയത്തില്ല. ഞായറാഴ്ച നിയമം വന്ന ശേഷം പലരും സത്യം അറിയാൻ പോകുന്നു. പക്ഷെ നമുക്ക് ഞായറാഴ്ച നിയമത്തോടെ നമ്മുടെ പാപങ്ങളെ നിന്നും വിജയം നേടാനുള്ള അവസ്ഥയിൽ ഞാൻ ചെന്ന് എത്തണം. അന്ന് വില്യം മില്ലറിന് നവംബർ 13, 1833 നടന്ന ആ സംഭവം അവർക്ക് ശക്തി നൽകി. അതുകൊണ്ട് വില്യം മില്ലർ എന്ത് ചെയ്തു? എൻ്റെ പ്രസംഗം കേട്ടവർ രക്ഷപ്പെട്ടു. അവരാണ് പിന്നെ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് ചർച്ചിൽ മാറിയത്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് ആഗ്രഹമില്ലേ? ആ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു കോട്ട് പറയുന്നു: ദിസ് വാസ് എൻ എക്സൈറ്റിംഗ് ഡിസ്പ്ലേ ഓഫ് ദി ഹെവൻലി ഫയർ വർക്സ്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു തൃശ്ശൂർ പൂരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞതിൻ്റെ ഇത് മനസ്സിലാകുന്നു. വെടിമരുന്നിൻ്റെ വലിയൊരു ഷോക്കേസ് പോലെ നിന്ന ആകാശം. Perhaps the greatest ever witness on the face of earth. ഭൂമിയിൽ ഇതുവരെ കണ്ട ഏറ്റവും മനോഹരമായത്. It was seen across North America. വീണ്ടും അതേ സ്ഥലം നോർത്ത് അമേരിക്ക. അമേരിക്കയിലാണ് ദ ഗ്രേറ്റ് അഡ്വന്റ് മെസ്സേജ് ആദ്യമായിട്ട് പ്രസംഗിക്കപ്പെട്ടത്. അവിടെയാണ് സെവൻത് അഡ്വന്റ് സഭ പുറപ്പെട്ടത്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട്? And it's estimated about 200,000 stars an hour fell over a period of 5 hours. 5-6 മണിക്കൂർ നീളുന്ന ഏകദേശം 2 ലക്ഷം നക്ഷത്രം ഒരു മണിക്കൂർ വീണുകൊണ്ടിരുന്നു. People thought that surely it was the judgment day. ജനങ്ങൾ അപ്പോൾ ഉറച്ചു അത് ന്യായവിധി ദിവസം തന്നെയാണ്. ഇന്ന് പലപ്പോഴും ഈ വേദപുസ്തകത്തിൽ പറയുന്ന അടയാളം നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. ദാനിയേൽ 12 പറയുന്നത് ദുഷ്ടന്മാർക്കോ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണ്. ഈ ലോകത്തിനൊക്കെ സംഭവങ്ങൾ കണ്ടിട്ട് ക്രിസ്തുവിന്റെ വരവ് അടുത്തില്ല നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദാനിയേൽ 12 അനുസരിച്ച് നമ്മൾ ദുഷ്ടന്മാരാണ്. അന്നുള്ള ജനത്തിനത് മനസ്സിലായി ന്യായവിധി സമയമാണ്. പക്ഷെ ഇന്നുള്ള ജനത്തിന് മനസ്സിലാകുന്നില്ല, നമ്മൾ അവസാനത്തിലാണ്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കറിയാം. എൽജി വൈറ്റിൻ്റെ കോട്ട് ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. In 1833, 2 years after the Miller began to present in public the evidence of Christ soon coming, 1833 വില്യം മില്ലർ തൻ്റെ ഈ 2300 സന്ധ്യവിശ്വാസം തികയുന്ന 1944 അപ്പോൾ ക്രിസ്തു വരുമെന്ന് പ്രസംഗിച്ചു തുടങ്ങി 2 വർഷങ്ങൾക്ക് ശേഷം the last of the signs appeared which were promised by the Savior as a token of his second advent. ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് സംഭവിക്കേണ്ട ഏറ്റവും അവസാന അടയാളം, ആ വാക്യത്തിൽ വന്ന ഏറ്റവും അവസാന അടയാളം അന്ന് സംഭവിച്ചു. സെഡ് ജീസസ്. കാരണം എന്താണ്? ദ ലാസ്റ്റ് ടോക്കൺ ആണ്. അതിനനുസരിച്ച് അപ്പോൾ ഗ്രേറ്റ് കോൺട്രവേഴ്സി അനുസരിച്ച് ഇനി ഇത് സംഭവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വായിച്ച ഈ 3 സംഭവങ്ങൾ ഇനി സംഭവിക്കത്തില്ല. ഏതൊക്കെയാണ്? ഭൂമി ഉൽക്കം, സൂര്യനും ചന്ദ്രനും വീഴുന്നത്, നക്ഷത്രങ്ങൾ വീഴുന്നത്. ഇത് ഒരിക്കൽ സംഭവിച്ചു, ഇനി ഇത് സംഭവിക്കാൻ പോകുന്നില്ല. There will be no refulfillment of these prophecies. ഈ പ്രവചനങ്ങൾ വീണ്ടും നിറവേറുന്നില്ല. The stars shall fall from heaven. ആകാശ നക്ഷത്രങ്ങൾ വീഴും. മത്തായി 24:29. And the John in the Revelation declares, as he beheld in vision the scene that should herald the day of God. ഇതെല്ലാം വെളിപ്പാടനുസരിച്ച് ക്രിസ്തുവിന്റെ വരവിനെ പ്രഖ്യാപിക്കുന്നതാണ്. The stars of heaven fell unto earth, even as a fig tree casteth her untimely fig when
She is shaken of a mighty wind. ഇവിടെ വെളിപ്പാട് പ്രവചനം 6-ാം അധ്യായം 13-ാം വാക്യം എന്ത് ചെയ്യുന്നു? ഇവിടെ കോട്ടിപ്പിടെയാണ്, ഞാൻ 6-13 വായിക്കുന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തെ നക്ഷത്രം എന്ത് ചെയ്തു? ഭൂമിയിൽ നിന്ന് വീണു. The prophecy received a striking and impressive fulfillment in the great meteoric shower of November 13, 1833. നവംബർ 13, 1833 നടന്ന ആ സംഭവത്തോടെ ഈ പ്രവചനം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ നിറവേറി. That was the most extensive and wonderful display of falling stars which have ever recorded. അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന മീറ്റിയർ ഷവറിന്റെ ഏറ്റവും മനോഹരമായ സംഭവം. The whole firmament over all the United States being then for hours in fiery commotion. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആകാശം അന്ന് അത്രത്തോളം പ്രകാശമുഖരിതമായിരുന്നു. No celestial phenomenon has ever occurred in this country since this first settlement, which was viewed with much intense admiration by one class in the community or with much dread and alarm by another. Its sublimity and awful beauty still linger in many minds. അവിടെ ഇപ്പോൾ വസിക്കുന്ന ജനം അവിടെ വസിക്കാൻ തുടങ്ങിയ ഇതേപോലെ സംഭവം ആരും കണ്ടിട്ടില്ല. അത് ചിലർക്ക് വളരെ മനോഹരവും പ്രത്യാശ നൽകുന്നതായിരുന്നു, പക്ഷെ ചിലർക്ക് ഭയാനകമാണ്. ആർക്കാണ് ഈ പ്രത്യാശ നൽകുന്നത്? വില്യം മില്ലറിന്റെ ഉപദേശത്തിൽ വിശ്വസിച്ചിറങ്ങിയവർ. ആർക്കാണിത്? ദുഷ്ടന്മാർക്ക്. കഷ്ടപ്പാടായിട്ടുള്ള ഇത് ഭീതിജനകമായത് ദുഷ്ടന്മാർക്കാണ്. അപ്പോൾ ലോകത്തിൽ പ്രതിദുരന്തങ്ങൾ, കൊറോണ, ഇതേപോലെ പല സംഭവം നടക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് എന്താണ്? പ്രത്യാശ നൽകണം. അതിൻ്റെ മനോഹാരിത ഇപ്പോഴും പലരുടെ മനസ്സിലുണ്ട്. Never did the rain fall much thicker than the meteors fell towards the earth. East and west, north and south it was same. അതുവരെ ഒരിക്കലും ഇതേപോലെ മഴ പോലും ഇതിന്റെ ശക്തിയോട് ഒരിക്കലും പെയ്തില്ല. എന്ത് ചെയ്യുന്നു? ഈ മീറ്റിയോസ്, ഉൽക്കകൾ ഭൂമിയിലേക്ക് വീഴുന്നു. എവിടെ നിന്ന്? കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും എല്ലായിടത്തു നിന്നും പെയ്തു. ഇറ്റ് വാസ് ദി സെയിം. ഈ എല്ലാ ദിശകളും ഒരേപോലെയായിരുന്നു നക്ഷത്രം വീണത്. ഇൻ എ വേർഡ്, ദി ഹോൾ ഹെവൻ സീംഡ് ഇൻ മോഷൻ. ഒറ്റ വാക്കി പറഞ്ഞാൽ മുഴുവൻ ആകാശവും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു എന്നുള്ള ചിത്രമായിരുന്നു ജനത്തിന് ലഭിച്ചത്. ദി ഡിസ്പ്ലേ ആസ് ഡിസ്ക്രൈബ് ഇൻ ദ പ്രൊഫസർ സിലിമാൻ ജേർണൽ വാസ് സീൻ ഓവർ ഓൾ നോർത്ത് അമേരിക്ക. ഒരു മാഗസീനിൽ, പ്രൊഫസർ സിൽമാൻ ജേർണൽ എന്ന മാഗസീനിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം നോർത്ത് അമേരിക്ക എല്ലാവരും കണ്ടെന്നാണ്. ഫ്രം 2 o'clock until broad daylight, the sky being perfectly serene and cloudless, an incessant play of the dazzlingly brilliant luminosities was kept up in the whole heavens. അർദ്ധരാത്രി 2 മണി മുതൽ പകൽ വെളിച്ചം വരെ എന്ത് ചെയ്തു? ഈ സംഭവം നടമാടി. ആ കോട്ടിൽ തുറന്നു പറയുന്നത് ഇത് ഗ്രേറ്റ് കോൺട്രവേഴ്സിയാണ് 333, 334. ഈ പുറങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. നേരത്തെ വായിച്ച പുറങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച പുറങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ്. Many who witnessed the falling of the stars looked upon as a herald of the coming judgment. 5 മുതൽ എന്താണെന്ന് ചോദിച്ചാൽ ന്യായവിധി. പലരും ഇത് കണ്ടപ്പോൾ വരാൻ പോകുന്ന ന്യായവിധിയെ തുറന്നു കാട്ടുന്നതാണ് അവർ വിശ്വസിച്ചു. Awful time, a sure forerunner, a merciful sign of the great and dreadful day. വളരെ ഭീതിജനകമായ ഒരടയാളം, ഉറപ്പായിട്ടും വരവിന് മുൻപ് സംഭവിക്കേണ്ടത് കരുണപ്രകാരമുള്ള ഒരു അടയാളമായിരുന്നു ആ ദിവസം. Thus, the attention of the people was directed to the fulfillment of prophecy, and many were led to give heed to the warning of the second advent. Amen. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ് ഡോർ. ഇതങ്ങനെ പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധ പിടിച്ചു പറ്റില്ല, പിന്നെ അവർക്ക് രക്ഷിക്കാൻ വേറെ മാർഗമില്ല. തിരുവചനം ഇതുവരെ സംസാരിച്ചു, പ്രകൃതിയാൽ ദൈവം അവരോട് സംസാരിച്ചു. ഇതെല്ലാം പ്രവചനത്തിൽ നിറവേലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലരും 2ാം വരവിൻ്റെ ദൂത് അവർ സ്വീകരിച്ചു. ഞാൻ ഇവിടെ ഈ പഠനം അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് അടുത്ത് തുടങ്ങേണ്ടത്
ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് അത് എനിക്ക് ഇപ്പോൾ വേഗത്തിൽ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്കിത് എത്ര എപ്പിസോഡ് പോകുമെന്ന് എനിക്ക് ഇപ്പോഴും തീർച്ചയില്ല. ഇനി ചിലപ്പോൾ ഒരു എപ്പിസോഡ് ചിലപ്പോൾ തീർന്നില്ല എന്ന് വരും. എനിക്ക് എപ്പിസോഡിൻ്റെ ദൈർഘ്യം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാണികളുടെ എണ്ണം കുറയുമെന്ന്. കാരണം ഒരു വീഡിയോ ഇത്രയും മിനിറ്റ് ആരും കണ്ടുകൊണ്ടിരിക്കത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കർഷിക്കുട്ടിയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ പഠനം തുടർന്ന് പഠിക്കും. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിന് മുൻപ് ഈ കഴിഞ്ഞ 2 എപ്പിസോഡ് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കാണുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണുന്നതിന് മുൻപ് നിങ്ങളെ പഠനത്തിൽ സഹായിക്കും. കാരണം അത് റെക്കോർഡായിട്ട് വീഡിയോസ് അവിടെ കിടപ്പുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും ആ വീഡിയോ എടുത്ത് കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ശബത്ത് അനുഭവം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയങ്ങളെ മാത്രമായിട്ട് പിതാവേ, അടിയങ്ങളെ സന്നിധിക്ക് പിതാവെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങളോട് ഇന്ന് നീ സംസാരിച്ച കൃപ ദൈവത്തിന് സ്തുതിക്കുന്നു. പിതാവെ, ഇന്ന് ആ 1833 നടന്ന വീടും നക്ഷത്രത്തിൽ കൂടി ദൈവം നമ്മോട് സംസാരിച്ച പോലെ അത് വരാൻ പോകുന്ന ന്യായവിധിയുടെ അടയാളമായിരുന്നു. അന്ന് ആ ദൂത് കേൾക്കാത്തവർക്ക് 1844 ശേഷം അതൊരു അടഞ്ഞ വാതിലാണ്. അതേപോലെ ഇന്ന് ഈ അടയാളങ്ങളെല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ അടയാളങ്ങളും ക്രിസ്തുവിൻ്റെ 2ാം വരവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഞായറാഴ്ച നിയമം വരുമ്പോൾ നമ്മുടെ വാതിലും അടയും, സെവൻത് അഡ്വെന്റിസ്റ്റുകാരുടെ വാതിൽ അടയും എന്നുള്ള ദൂത് അടിയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും സർവശക്തനായ യേശു നാമത്തിൽ തന്നെ ആമേൻ.